കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രതികളുടെ ജാമ്യത്തിനെതിരെ ഇഡി സുപ്രീം കോടതിയിലേക്ക്. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ല എന്നതുൾപ്പെടെയുള്ള ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന് ഇഡി കോടതിയിൽ ആവശ്യപ്പെടും. ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയടക്കം ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് അപ്പീൽ നൽകാൻ ഇഡി നീക്കം ആരംഭിച്ചത്. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഇഡിക്ക് അതൃപ്തി. CPIM നേതാവ് PR അരവിന്ദാക്ഷന്റെ ജാമ്യ ഉത്തരവിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെയും അപ്പീൽ നൽകാൻ ആലോചനയുണ്ട്. അതേസമയം അരവിന്ദാക്ഷൻ നിരപരാധിയാണെന്നും അരവിന്ദാക്ഷനിലൂടെ പാർട്ടിയെ അപമാനിക്കാനാണ് ശ്രമം നടന്നതെന്നും CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതികരിച്ചു. നിരപരാധിയാണെന്ന് അരവിന്ദാക്ഷൻ നിരപരാധിയാണെന്നും നമുക്ക് അറിയുന്ന കാര്യം. അയാൾ വളരെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. കള്ളക്കേസിൽ പ്രതികർത്തതാണുള്ളത്. അതിപ്പോൾ അയാളെ ഹരാസ് ചെയ്യുക പാർട്ടി CPM ഇതിലൊക്കെ എന്തോ അവിഹിതമായിട്ടുള്ള വിഹിതം പറ്റുന്നവരാണ് പാർട്ടി. അങ്ങനെയൊക്കെ അതൊന്നും നടക്കണ കാര്യമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായ CPIM നേതാവ് PR അരവിന്ദാക്ഷനും മുൻ അക്കൗണ്ടന്റ് CK ജിൽസിനും ഇന്നലെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അരവിന്ദാക്ഷനും ജിൽസും കഴിഞ്ഞ 14 മാസമായി ജയിലിലായിരുന്നു. ശ്രീകാന്ത്, 24, കൊച്ചി.